കണ്ണൂർ ഗൈനക് സൊസൈറ്റി എന്ന് പറഞ്ഞ ഒരു 30 വർഷമായിട്ട് ഇവിടെ ഉള്ള ഒരു സൊസൈറ്റിയാണ്. നമ്മൾ ഒരുപാട് എന്താ പറയുക, ജനങ്ങൾക്ക് ഉപകാരമുള്ള സൊസൈറ്റിക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അതായത് ഒരുപാട് ക്യാമ്പുകൾ, അതുപോലെ ഒരുപാട് അവയർനെസ് ക്ലാസ്, സ്കൂളിലൊക്കെ പോയിട്ട് അഡോളസൻസിനുള്ള അവയർനെസ് ക്ലാസ്സുകൾ, അതുപോലെ ക്യാൻസർ ഡിറ്റക്ഷൻ ക്യാമ്പുകൾ, അതുപോലെ ചാരിറ്റി വർക്കുകളൊക്കെ ചെയ്യുന്ന ഒരു സൊസൈറ്റിയാണ്. 3 പതിറ്റാണ്ടായിട്ട് ഇവിടെ കണ്ണൂർ ഡിസ്ട്രിക്റ്റിൽ നമ്മൾ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. നമ്മളുടെ വാർഷിക കോൺഫറൻസ് ആണ്. വാർഷിക കോൺഫറൻസ് നവംബർ 15 and 16 കൃഷ്ണ ബീച്ച് റിസോർട്ടിൽ വെച്ചിട്ട് നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. എല്ലാ വർഷവും നടത്തുന്നതാണ്. ഇത്തവണ നവംബർ 15 and 16 കൃഷ്ണ ബീച്ച് റിസോർട്ടിൽ വെച്ച് നടത്തുവാണ്. അപ്പോൾ അതിനെപ്പറ്റി പറയാനാണ് നമ്മൾ ഇന്നിവിടെ വന്നിരിക്കുന്നത്. ഇത്തവണ നമ്മളുടെ തീം എന്ന് പറയുന്നത് സ്ത്രീകളുടെ ആരോഗ്യ പുനർനിർവചനം, അതായത് റീഡിഫൈനിങ് വിമൻസ് ഹെൽത്ത് എന്നുള്ളതാണ് നമ്മൾ ഇത്തവണത്തെ തീം. അത് പുതിയ സാങ്കേതിക വിദ്യകളൊക്കെ വന്നിട്ട് അതൊക്കെ നമ്മുടെ ഗൈനക്കോളജിസ്റ്റിനെ ബോധവൽക്കരിക്കാനും അല്ലെങ്കിൽ അവർക്കുള്ള ഒരു എഡ്യൂക്കേഷൻ കൊടുക്കാനും അത് ജനങ്ങളിലോട്ടേക്ക് നടത്താനും വേണ്ടിയുള്ള ഒരു ഇതാണല്ലോ. സാധാരണ CME പ്രോഗ്രാംസ് ഒക്കെ അങ്ങനെ അതിനു വേണ്ടിയാണ് നടത്തുന്നത്. അപ്പോൾ ഇതിനെ ഡോക്ടർമാരെ സജ്ജമാക്കുക എന്നുള്ള രീതിയിലാണ് ഈ കോൺഫറൻസ് ലക്ഷ്യമിടുന്നത്. നമ്മൾ 15-ാം തീയതി ഒരു പ്രീ കോൺഫറൻസ് വർക്ക്ഷോപ്പ് നടത്തുന്നുണ്ട്. അതിൽ എസ്തെറ്റിക് ഗൈനക്കോളജി, സെക്ഷൽ മെഡിസിൻ, ഈ 2 ടോപ്പിക്സ് ആണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. എസ്തെറ്റിക് ഗൈനക്കോളജി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ലോകമെമ്പാടും എന്താ പറയുക, അത്രയും ഫാസ്റ്റായിട്ട് ഡെവലപ്പ് ചെയ്യുന്ന ഒരു സബ് സ്പെഷ്യാലിറ്റി, ഗൈനക്കോളജിയുടെ ഒരു സബ് സ്പെഷ്യാലിറ്റിയാണ് ഈ എസ്തെറ്റിക് ഗൈനക്കോളജി അഥവാ കോസ്മെറ്റിക് ഗൈനക്കോളജി എന്ന് പറയുന്നത്. അപ്പോൾ പണ്ടൊക്കെ സ്ത്രീകൾ ഈ വക കാര്യങ്ങളൊക്കെ, അതായത് നമ്മൾ പ്രസവം കഴിഞ്ഞ് കഴിഞ്ഞാൽ അറിയാതെ മൂത്രം പോവുക, അല്ലെങ്കിൽ അവിടെയുള്ള പ്രശ്നങ്ങൾ, അതൊക്കെ ആരും അഡ്രസ്സ് ചെയ്തിരുന്നില്ല. പക്ഷെ ഇന്നത്തെ കാലത്ത് അതിനോട് കൂടുതൽ ആൾക്കാർ അതിനുവേണ്ടി അതൊന്ന് കറക്റ്റ് ചെയ്യാൻ വേണ്ടി, അല്ലെ അതിൻ്റെ ഒരു വെൽനെസ്സിന് വേണ്ടി മുന്നോട്ട് വരുന്നുണ്ട്. അപ്പോൾ എല്ലായിടത്തും ഈ ഒരു സബ് സ്പെഷ്യാലിറ്റി അത്രയും അധികം ആക്സെപ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇവിടുത്തെ കണ്ണൂരിലെ ഗൈനക്കോളജിസ്റ്റുകളെ അതിനെപ്പറ്റി ഒരു ബോധവൽക്കരണം ഉണ്ടാക്കാൻ വേണ്ടി ലക്ഷ്യമിട്ടുകൊണ്ട് നമ്മൾ ഈ ഒരു പ്രീ കോൺഗ്രസ് വർക്ക്ഷോപ്പ് അതിനു വേണ്ടിയാണ് നടത്തുന്നത്. അതുപോലെ തന്നെ സെക്ഷൽ മെഡിസിൻ എന്ന് പറയുന്നത് തീരെ നെഗ്ലക്റ്റഡ് ആയിട്ടുള്ള ഒരു ഫീൽഡാണ് അല്ലേ. നമ്മുടെ സൊസൈറ്റിയിൽ അതിനൊരു ഇമ്പോർട്ടൻസ് കൊടുക്കും. നമ്മളോട് വന്ന് പറഞ്ഞാൽ പോലും നമ്മൾ അതിനൊരു ഇമ്പോർട്ടൻസ് കൊടുക്കാത്ത ഒരു സൊസൈറ്റിയാണ് നമ്മൾ. അപ്പോൾ അതിനും ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുകയും അതും അഡ്രസ്സ് ചെയ്യാൻ വേണ്ടി ഗൈനക്കോളജിസ്റ്റുകളെ അവർക്കൊരു ബോധവൽക്കരണം, അതുപോലെ ഇത് നമ്മുടെ ഗൈനക്കോളജിസ്റ്റുകൾക്ക് ഇങ്ങനെ ഒരു ക്ലാസ് ഉണ്ടാകുന്ന അവർ ബോധവൽക്കരണം നടത്തുമ്പോൾ അത് സൊസൈറ്റിക്കാണ് അതിനുള്ള ബെനിഫിറ്റ് കിട്ടുന്നത്. അപ്പോൾ അതാണ് നമ്മുടെ പ്രീ കോൺഗ്രസ് വർക്ക്ഷോപ്പിലുള്ള നമ്മുടെ 2 ടോപ്പിക്കുകൾ. അതുപോലെ 16-ാം തീയതി നമ്മുടെ ഈ കോൺഫറൻസ് ഉദ്ഘാടനം ചെയ്യുന്നത് സിറ്റി പോലീസ് കമ്മീഷണർ ശ്രീ നിതിൻ രാജ് IPS ആണ്. അത് ഉദ്ഘാടനത്തിന് ശേഷം നമ്മൾ ഈ മലബാർ ക്യാൻസർ കെയർ സൊസൈറ്റി, അതായത് ഒരു 40 പതിറ്റാണ്ടായിട്ട് ഇവിടെ പ്രവർത്തിക്കുന്ന ഒരു മലബാർ ക്യാൻസർ കെയർ സൊസൈറ്റിയുടെ സ്ഥാപക പ്രസിഡന്റായ ശ്രീ കൃഷ്ണനാഥ പൈ സാറിനെ ആദരിക്കുന്ന ഒരു ഫംഗ്ഷനും കൂടിയുണ്ട്. പിന്നെ നമ്മൾ ഇതിൽ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യുന്ന ഈ കോൺഫറൻസിൽ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് മാതൃമരണത്തെ പറ്റിയൊക്കെയാണ്. അത് മുഖ്യ പ്രഭാഷണം നടത്തുന്നത് പ്രശസ്ത ഗൈനക്കോളജിസ്റ്റായ VP പൈലി സാറാണ്. അത് സാറ് ഇന്റർനാഷണലി ഫേമസ് ആയിട്ടുള്ള തൃശ്ശൂരിൽ നിന്നുള്ള ഒരു ഫാക്കൽറ്റിയാണ്. ഈ കോൺഗ്രസ്സിൽ മാത്രമല്ല, രാജ്കോട്ടിൽ നിന്ന് വരുന്ന നീരജ് ജാദവ് സാറ്, അതുപോലെ രാജമുന്ദ്രിയിൽ നിന്ന് വരുന്ന, ഹൈദരാബാദിൽ നിന്ന് വരുന്ന മാധുരി സാമുദ്രായി മാഡം, അതുപോലെ നമ്മുടെ നാഷണൽ ഫോക്സി അടുത്ത പ്രസിഡന്റ് മാധുരി പട്ടേൽ മാഡം, അതുപോലെ ഇന്റർനാഷണൽ ഫാക്കൽറ്റി ആയിട്ട് ശിഖ തിവാരി നേപ്പാളിൽ നിന്ന് വരുന്ന ഫാക്കൽറ്റി, ഇവരൊക്കെ വരുന്നുണ്ട്. അതുപോലെ കേരള സ്റ്റേറ്റിൽ ഒരുപാട് ഫാക്കൽറ്റീസ് ഒക്കെ വരുന്നുണ്ട്. അങ്ങനെ വളരെ നല്ലൊരു പ്രോഗ്രാമായിട്ട് ഇത് വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പ്രോഗ്രാം ആയിരിക്കും. 200ഓളം ആൾക്കാർ പങ്കെടുക്കുന്ന ഒരു പരിപാടിയായിരിക്കും. കേരളത്തിൽ നിന്നും പുറത്തുനിന്നുള്ള ആൾക്കാരൊക്കെ അതിലുണ്ട്.